അന്താരാഷ്ട്ര രംഗത്ത് നിന്ന് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തകളിലൊന്ന് ഇസ്രയേലും ഗസയും പലസ്തീനും തമ്മിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിൽ ഗസയ്ക്കും പലസ്തീനുമെതിരെ ഇസ്രയേലിൻ്റെ അധിനിവേശം എന്നുള്ള നിലയ്ക്കുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിഭീകരമായിട്ടുള്ള ആക്രമണങ്ങളിൽ പലസ്തീൻ ജനത വലിയ രീതിയിലുള്ള ദാരിദ്ര്യങ്ങളിലേക്കും നിലവിളികളിലേക്കും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഗസയിൽ എല്ലാ സാധനങ്ങൾക്കും വില ഉയർന്നിരിക്കുന്നു. ഒരു യുദ്ധമുണ്ടാകുമ്പോൾ ആ യുദ്ധത്തിന് വേണ്ടി ദാഹിച്ചിരിക്കുന്ന ചിലരെ പോലെ ചില രാജ്യങ്ങളിലുള്ളവർ പെരുമാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിലെ യുദ്ധത്തിൻ്റെ ഭീതി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇപ്പോൾ ഗസയിൽ നിന്ന് വാർത്തകൾ വരുന്നത്. യുദ്ധം എന്ന് പറഞ്ഞാൽ അത് ആക്രമണങ്ങൾ, ചോരപ്പാടുകൾ, മരണങ്ങൾ, കൊലപാതകങ്ങൾ എന്നിവ മാത്രമല്ല, സാധാരണ ജനത്തിന് ജീവിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വിലക്കയറ്റത്തിൻ്റേത് കൂടിയാണ് എന്ന് തെളിയിക്കുന്ന വാർത്തയാണ് ഗസയിൽ നിന്ന് വരുന്നത്. തുച്ഛമായ വിലയ്ക്ക് ലഭിക്കുന്ന ബിസ്ക്കറ്റിന് പോലും 10 രൂപയ്ക്ക് ഇവിടെ കിട്ടുന്ന ഒരു ബിസ്ക്കറ്റിന് പോലും ഉയർന്ന വിലയാണ് ഗാസയിൽ നൽകേണ്ടി വരുന്നത്. യുദ്ധത്തിന് പിന്നാലെ ഭക്ഷ്യക്ഷാമം രൂക്ഷമായതിനെ തുടർന്നാണ് 5 രൂപയുടെ ബിസ്ക്കറ്റിന് പോലും 500 ഇരട്ടി വില നൽകേണ്ടി വരുന്നത്. ഇന്ത്യൻ രൂപ പ്രകാരം ഏകദേശം 2350 രൂപയാണ് ഗാസയിൽ ബിസ്ക്കറ്റിന് വില. ക്ഷാമം രൂക്ഷമായതോടെ അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള ഭക്ഷ്യവിഭവങ്ങളുടെ വില വടക്കൻ ഗാസയിൽ വൻതോതിലാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പഞ്ചസാര, പാചക എണ്ണ, ഉരുളക്കിഴങ്ങ്, സവാള എന്നിവയുടെ വില കുത്തനെ ഉയർന്നിരിക്കുകയാണ്.